ഇപ്പോ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും കുറച്ചുനാളായി ഒരു പുതിയ പ്രചാരവേല ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തും പറയാൻ മടിയില്ലാത്തവരാണ് ഓർത്തോളൂ. പച്ച കള്ളം പറയാൻ, നൈമിഷികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കാൻ, വിശ്വാസത്തെ ഉപയോഗിക്കാൻ ഒരു മടിയുമില്ലാത്തവർ. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നില്ലേ? മുസ്ലിം ലീഗിന്റെ സമുന്നതയായ വനിതാ നേതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആർത്തലച്ച് പറയുന്നു, പള്ളി പൊളിക്കുന്നേ. എവിടെ പള്ളി പൊളിച്ചു? ആകെ പള്ളി പൊളിച്ചത് ബാബറി മസ്ജിദാണ്. അത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ്. ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. ചിലയിട്ടത് മസ്ജിദിലല്ല എന്ന് കേരളത്തിലെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചത് ചന്ദ്രികയാണ്. ബാബറി മസ്ജിദ് സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകി, അതുകൊണ്ട് ആരും ബേജാറാവണ്ട എന്ന് ഒരു വിശ്വജനതയെ പറ്റിച്ചത് ലീഗാണ്. പക്ഷെ പഞ്ചായത്ത് ഇലക്ഷനിൽ 4 വോട്ട് കിട്ടാൻ പള്ളി പൊളിക്കുന്നേ എന്ന് പറയാണ്. നിങ്ങൾക്ക് വോട്ടിന് വേണ്ടി ദുരുപയോഗം ചെയ്യാനുള്ളതാണോ പള്ളി? ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി എടുത്തു വീശാനുള്ളതാണോ മതം, വിശ്വാസം? ഏത് ഗ്രന്ഥത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കാൻ ആരാധനാലയം പൊളിക്കുന്നുവെന്ന് കള്ളം പറയണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചത്? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ വർഗീയതയ്ക്ക് ക്ലാസ് എടുക്കാൻ വരുന്നു. മുസ്ലിം ദേവാലയം സംരക്ഷിക്കാൻ RSS കാപാലികരുടെ വെല്ലുവിളിയെ കൂസാതെ രാപ്പകൽ ഭേദമന്യേ കാവൽ നിന്ന് രക്തസാക്ഷിത്വം വരിച്ച കുഞ്ഞിരാമന്റെ പാർട്ടിയാണ് CPIM. ആ CPIM-നെ RSS-മായി ചേർത്ത് വെച്ച് പറയുന്നു. നിങ്ങൾ എന്തോ ധരിച്ചു ഞങ്ങൾ നിശബ്ദരായി നിൽക്കുന്നു? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമെന്താ? RSS ഈ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ഒരു മനുഷ്യന് നേരെ കൊലക്കത്തി വീശുന്നത് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സുലൈമാന്റെ നേരെ മാവൂരിൽ ഗോളിയോറൻസിലെ ജീവനക്കാരനായിരുന്നു പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം സുലൈമാൻ. 1968-ൽ സുലൈമാനെ കൊന്നുകൊണ്ടാണ് RSS കേരളത്തിൽ തങ്ങളുടെ കൊലപാതക രാഷ്ട്രീയം ആരംഭിച്ചത്. അവിടെ നിങ്ങോട്ട് എത്ര പേർ രക്തസാക്ഷിത്വം വരിച്ചു? RSS-മായുള്ള പ്രശ്നം എന്താ? മതരാഷ്ട്രമാണ് മുൻപോട്ട് വയ്ക്കുന്നത്. RSS-ന്റെ മതരാഷ്ട്രം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും മറ്റു പിന്നാക്ക വിഭാഗങ്ങളും ഉൾപ്പെടെ സാധാരണക്കാരായ മനുഷ്യരുടെ മരണ വാറണ്ട് ഒരുക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് മതനിരപേക്ഷവാദിക്ക് മതരാഷ്ട്രത്തെ എതിർത്തേ മതിയാവും. RSS-നെ എതിർത്തു, ധീരമായി ചെറുത്തു നിന്നു. അവരുടെ ആയുധ പ്രയോഗങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയില്ല. അതുകൊണ്ട് 300ഓളം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിന്റെ മണ്ണിൽ RSS-ന്റെ കൊലക്കത്തിക്കിരയായി പിടഞ്ഞു വീണ് രക്തസാക്ഷിത്വം വരിച്ചു. അതാണ് ഈ നാടിന്റെ ചരിത്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ മറ്റൊരു മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ച് വർഗീയ വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രം വിളംബരം ചെയ്യുന്നവർ RSS-നെ പ്രതിരോധിച്ചതിന്റെ പേരിൽ നാളിതുവരെ ഒരു രോമത്തിന് പോറലേറ്റ അനുഭവമുണ്ട്. ഒരു രോമത്തിന് ജീവൻ കൊടുത്തവരുടെ പ്രസ്ഥാനമാണ് CPIM. ന്യൂനപക്ഷ സംരക്ഷണത്തിനു വേണ്ടി, മതനിരപേക്ഷത സംരക്ഷിക്കാൻ, മതരാഷ്ട്രവാദത്തെ എതിർക്കാൻ പ്രാണൻ കൊടുത്ത് പോരാടിയ രക്തസാക്ഷികളുടെ പ്രസ്ഥാനം. നിങ്ങളോ RSS-ന്റെ മതരാഷ്ട്രവാദത്തിനെതിരെ, മനുഷ്യരെ കൊന്നെടുക്കുന്ന വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ലീഗുകാരന്റെ നഖത്തിന് പോറലേറ്റിട്ടുണ്ടോ? ഇവിടെ ഒരു കോൺഗ്രസുകാരന്റെ. എന്നിട്ട് നിങ്ങളിപ്പോ CPIM-ന് ക്ലാസ് എടുക്കാൻ വരുന്നു. RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്.